വേറെ ഇങ്ങനെ പല ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചാൽ സത്യസന്ധമായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റ് ആരായിരിക്കും? കംഫർട്ടബിൾ ഒന്ന് ബിപിൻ ജോർജ് എന്തായാലും ഞാൻ പറയാം. ഞങ്ങള് കൂടുതൽ സിനിമയുടെ പ്രൊമോഷനാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ബിപിനായിട്ട് കുറച്ചുകൂടെ പരിചയമായതും പിന്നെ കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് പോയതും ഈ ഒരു സിനിമ ആണ് സഹായിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞു ബഡ്ജറ്റിൽ തുടങ്ങിയ സിനിമ വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നതിനുള്ള പ്രധാന ഉത്തരവാദിത്വം പ്രമുഖ നടൻ തന്നെയാണെന്ന് കേട്ടു. സിനിമ നന്നാവുകയാണല്ലോ. അതെ അതെ. ഇപ്പൊ വീണ ടീച്ചർ കണ്ടില്ലേ? അതിപ്പോ ഒരു ചെറിയ പടമായിട്ടല്ലോ തോന്നുന്നു. അല്ലല്ല, ഒരിക്കലും അല്ല. അപ്പൊ അതൊരു വലിയ സിനിമ തന്നെയാണ്, പിന്നെ വലിയ പ്രതീക്ഷയാണ്. 8 പാട്ടുണ്ടോ ഈ പടത്തില്? അതാണ് 8 പാട്ടോ? 8 പാട്ടുണ്ടോ? എന്റെ അമ്മ, അപ്പൊ 24 മിനിറ്റ് പാട്ടിന് തന്നെ പോയോ? ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചിലത് BGM പോലെ നമ്മള് വിനീതേട്ടന്റെ പടങ്ങളിലൊക്കെ ഇങ്ങനെ മെർജ് ചെയ്ത് പോകത്തില്ല, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളിലാണ് ആ പടം പോയേക്കുന്നത്. അപ്പോൾ ആ 8 പാട്ടും ആ പാട്ടിലൂടെയുള്ള ഒരു ജേണിയാണ്, അതിൻ്റെ ഒരു പ്രണയത്തിന്റെ യാത്രയാണ്. മെറീനനെ കൂടാതെ വേറെ 3 നായികമാരുണ്ട് പടത്തില്. എന്ത് ചെയ്യാനാണ്? അനു സിത്താരയുടെ അനിയത്തിയില്ല, അനു സോനാര, നിയ, പിന്നെ റിയ, അങ്ങനെ 3 പേരുണ്ട്. അവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയ ബഡ്ജറ്റ് കൂട്ടിയതെന്നാണോ ചേട്ടാ പറഞ്ഞത്? ബഡ്ജറ്റ് കുറയ്ക്കാൻ സാറ് തന്നെ പാടിയിട്ടുണ്ടല്ലേ? ഓ, അതുകൊണ്ടായിട്ടുണ്ട്. സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അത് ബിപിന്റെ ഒരു പാട്ടാണ് ആദ്യം നമ്മൾ റിലീസ് ചെയ്ത്. കേട്ടു കേട്ടു. മെറീനയ്ക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒരു പാട്ട് പാടിയോ കൊള്ളാന്നൊക്കെ ഉള്ള? ഇല്ല, ഇനി 8 പാട്ടിൽ ഒരു പാട്ടും കൂടെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ പ്രൊഡ്യൂസർ. പക്ഷെ അങ്ങനെയല്ല, ഈ പാട്ട് കേൾപ്പിച്ച് തരുമ്പോ തന്നെ ഓൾറെഡി ബിപിൻ പാടി വെച്ചൊരു സാധനം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനോടുള്ള ഒരു അഡ്മിറേഷൻ വന്നു കഴിഞ്ഞല്ലോ. ഞാൻ അടുത്ത പടം അവർ ചെയ്യുമ്പോ ഞാൻ ചോദിക്കും. ആണ്.